ഇടുക്കി രാജാക്കാടിന് സുപരിചിതനായിരുന്ന ശശി കഴിഞ്ഞ ദിവസം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ കൗതുക കാഴ്ചയായത് അദ്ദേഹത്തിന്റെ സമ്പാദ്യമായിരുന്നു. കൂലിപ്പണിയിലൂടെ സ്വരുക്കൂട്ടിയതെല്ലാം ഒരു തുണിസഞ്ചിയിൽ ശശി അടുക്കി വെച്ചിരുന്നു. തെരുവിന്റെ വരാന്തകളിൽ കിടന്നുറങ്ങിയ ദിവസങ്ങളിലൊക്കെ ഈ തുണിസഞ്ചി ശശി ഭദ്രമാക്കി വെച്ചിരുന്നു. ഇടുക്കി രാജാക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട ശശി എന്ന നാട്ടിലെ നിശബ്ദ രൂപം ഇനിയില്ല. നാട്ടിൽ ആരും മരിച്ചാലും ആരും വിളിക്കാതെ മരണവിവരം അറിഞ്ഞ് ഓടിയെത്തിയിരുന്ന ആളായിരുന്നു ശശി. കയ്യിലൊരു മൊബൈൽ ഫോൺ പോലും ഇല്ലാതെയാണ് ശശി നാട്ടിലെ മരണവിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. കൂലിപ്പണിയെടുത്തും വരാന്തകളിൽ കിടന്നുറങ്ങുകയും ചെയ്തിരുന്ന ശശി തന്റെ സമ്പാദ്യമൊക്കെ കൂട്ടിവെച്ചത് ഒരു തുണിസഞ്ചിയിലായിരുന്നു. ടൗണിലെ ജ്വല്ലറിയോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിലായിരുന്നു ശശി തന്റെ തുണിസഞ്ചി സൂക്ഷിച്ചിരുന്നത്. ആ പഴയ സഞ്ചി തുറന്ന പഞ്ചായത്ത് അധികൃതർ അടക്കം ഞെട്ടിപ്പോയി. കഠിനാധ്വാനം ചെയ്തും പലരും സഹായമായി നൽകിയും കിട്ടിയ തുക ഒന്നിനും ചെലവാക്കാതെ കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. 500-ന്റെയും 200-ന്റെയും 100-ന്റെയും എല്ലാം നോട്ടുകളായി 1,15,751 രൂപയാണ് ആ സഞ്ചിയിൽ അവശേഷിച്ചിരുന്നത്. ശശി മരിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി ശശി എന്തെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കടയുടമയായ തങ്കഞ്ചേട്ടൻ അത് പറയുകയും അങ്ങനെ നോക്കുമ്പോഴാണ് കൂടുതൽ നോക്കുമ്പോൾ അതിനകത്ത് തുണിയാണ് ഇരിക്കുന്നത് കണ്ടത്. കുറെ കൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് തുണിക്കടിയിൽ നിറച്ച് നോട്ടുകളാണ്. ജനപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കടയുടമയോടൊപ്പം നിന്ന് അത് എണ്ണി തിട്ടപ്പെടുത്തി കൈ സൂക്ഷിക്കുകയും അതിനുശേഷം അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴാണ് 1,15,751 രൂപയുണ്ട്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴാണ് ശശിയുടെ അന്ത്യം. അസുഖബാധിതനായ ശശിയെ രാജാക്കാട് പഞ്ചായത്ത് അധികൃതരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. രാജാക്കാട് പൊതുശ്മശാനത്തിൽ പഞ്ചായത്ത് അധികൃതർ തന്നെ ശശിക്ക് വിട നൽകി. സഞ്ചിയിൽ നിന്ന് ലഭിച്ച തുക അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് കൈമാറാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. മോശം ജീവിത സാഹചര്യത്തിൽ ജീവിച്ച ശശി സമ്പാദിച്ച പണം ഒന്നിനും ചെലവിടാതെ എന്തിനാകാം സ്വരുക്കൂട്ടി വെച്ചത്? ശശിയോടൊപ്പം ആ ചോദ്യവും എരിഞ്ഞടങ്ങി. ന്യൂസ് മലയാളം, ഇടുക്കി.